പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് നിലപാടുകൾ അന്വേഷിക്കുന്ന അക്കരെ നിന്നൊരു വോട്ട് എന്ന പരിപാടി ഇന്ന് മലപ്പുറത്തെ പ്രവാസികളോടൊപ്പമാണ്. മലപ്പുറം മണ്ഡലത്തിൽ നിന്നുള്ള ജിദ്ദയിലെ ഏതാനും ഫുട്ബോൾ പ്രേമികളുമായി ഗഫൂർ കൊണ്ടോട്ടി നടത്തിയ ചർച്ച കാണാം. തെരഞ്ഞെടുപ്പും ഫുട്ബോളും കൽബും കരളും പോലെയാണ് മലപ്പുറത്തുകാർക്ക്. അക്കരെ നിന്നൊരു വോട്ടെന്ന പരിപാടിയിൽ നിന്ന് മലപ്പുറത്തു നിന്നുള്ള ഒരു കൂട്ടം ഫുട്ബോൾ പ്രേമികളോടാണ് നമ്മൾ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നത്. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ എന്നുള്ള അർത്ഥത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നിലവിലെ അവിടുത്തെ സിറ്റിംഗ് MP ആണ് ഒരു മത്സരാർത്ഥി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ വയ്യ. മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുൻ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത മർഹൂം ഇ അഹമ്മദ് സാഹിബാണെങ്കിലും അതിനുശേഷം വന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 1.5 വർഷമായി ഒരു ബൈ ഇലക്ഷനിലൂടെ മലപ്പുറത്തെ പ്രതിനിധീകരിച്ച് PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അപ്പം ഈ അഹമ്മദ് സാഹിബ് കൊണ്ടുവന്ന വികസനങ്ങൾ മലപ്പുറത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡായാലും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ, മറ്റ് എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലകളിലും ഒക്കെ ആണെങ്കിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ അഹമ്മദ് സാഹിബിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതായിട്ട് നമുക്കറിയാം. കഴിഞ്ഞ 60 വർഷമായിട്ട് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ UDF തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5 വർഷം മാത്രമേ ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ളൂ. ഇന്നേ വരെ കേന്ദ്രാവിഷ്കൃതമായ എന്തെങ്കിലും ഒരു പദ്ധതി അവിടെ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനാണ് ഇത്തവണയുടെ മുൻതൂക്കം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇടക്കാലത്ത് ഈ റൺവേ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് നീണ്ടുപോയി. അതിനുശേഷമുണ്ടായ സംഗതി എന്താ പറഞ്ഞാൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്നതിലുപരിയായിട്ട് വിഷയത്തിൽ ഇടപെട്ടത് കാര്യമായിട്ട് കുറേ NGOകളാണ്. മലബാർ ഡെവലപ്മെൻറ്റ് ഫോറം ഒരു ഉദാഹരണമാണ്. ആരായിരിക്കും മലപ്പുറത്ത് ജയിക്കാൻ സാധ്യത? സാധനം ജയിക്കും, എന്താ സംശയം? എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും? ഒരു 50 അടുത്തുണ്ടാവും. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏകദേശം TK ഹംസക്ക് ലഭിച്ചിരുന്ന അതേ ഭൂരിപക്ഷം ഉണ്ടാവും. അതേ ഭൂരിപക്ഷം ലഭിക്കുന്നതിനാണോ? മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിൽ കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കും. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 1,70,000 ഉണ്ടായിരുന്നു. അതിന് മുകളിൽ പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി കരുത്തുറ്റ നേതാവാണ്, രാഷ്ട്രീയ ചാണക്യനാണ്, വളരെയധികം ബുദ്ധിജീവിയാണ്. അത് എതിർ സ്ഥാനാർത്ഥികളും എതിർ പാർട്ടികളും അംഗീകരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല UDFൽ മൂപ്പര് ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാവുന്നു. രാഷ്ട്രീയ തന്ത്രങ്ങളും എങ്ങനെ UDFനെ കെട്ടുറപ്പോട് മുന്നോട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാവട്ടെ, കേരള കോൺഗ്രസിനാവട്ടെ, കോൺഗ്രസിനാവട്ടെ ഒക്കെ മൂപ്പര് തന്ത്രപരമായിട്ട് നിൽക്കുക. അതേ തന്ത്രം മൂപ്പര് ചെന്ന ഉടനെ ഡൽഹിയിലും ചെയ്തിരുന്നത് അവിതർക്കിതമാണ്. പാർലമെൻറ്റിലെ പ്രസൻസ് 47% ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ വളരെ കുറവാണ്. എങ്കിൽ തന്നെ പറയാമല്ലോ, അദ്ദേഹത്തിന് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിലെ കരുത്തനായൊരു നേതാവ് എന്നൊക്കെ അദ്ദേഹത്തിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, മലപ്പുറത്ത് നിന്ന് പട ജയിച്ച് ആര് പാർലമെൻറ്റിലെത്തും? പ്രവാസികളും നമ്മളെപ്പോലെ തന്നെ കാത്തിരിക്കുകയാണ് ഉത്തരത്തിനായി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കൽ കൂടി ഗോൾ വല തിറക്കുമോ, അതോ VP സാനു അത്ഭുതം സൃഷ്ടിക്കുമോ? സാദിഖലി തൂവൂരിനോടൊപ്പം ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.